ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ്. കാരണം ഇന്ന് സെപ്റ്റംബർ 13 വീട് പാല് കാച്ചാണ്. വീടെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെ വീടാണ് കേട്ടോ. ഞങ്ങൾ ഒരു കോമ്പൗണ്ടിലാണ് വീട് വയ്ക്കുന്നത്. അപ്പോൾ ആ വീട് പാല് കാച്ചാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബാങ്ക് വിളിക്കുന്ന ടൈമിനാണ് വീട് പാല് കാച്ച് തന്നത്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ കയറുന്ന സമയം ആ ടൈമാണ് ബാങ്ക് വിളിക്കുന്നത്, 5 മണിക്കാണ്. അപ്പോൾ അതിനു മുമ്പുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളവിടെ കാണുന്നത്. പിന്നെ ഈ വീഡിയോ ഫുള്ള് വോയിസ് ഓവറായിരിക്കും. കാരണം എൻ്റെ തൊണ്ട ആ ദിവസം കുറച്ച് പണി കിട്ടിയിരുന്നായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് അന്നെടുത്ത എൻ്റെ വോയിസ് ഒന്നും അധികം പുറത്തോട്ട് വരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് താമസിച്ചാൽ കിടന്നത്. കുറച്ചേ ഉറങ്ങിയുള്ളൂ, ഉറങ്ങാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. കുറേ ദിവസം വെള്ളമൊക്കെ ഇല്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു വീട്ടിൽ. അങ്ങനെ ഇപ്പോൾ ആ കസേരയും ഫങ്ഷൻ വൈകുന്നേരം 4 മണി തൊട്ട് ആണ്. 4 മണി തൊട്ട് 9 മണി വരെയാണ് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുള്ളത്. കാരണം പണ്ട് ഞങ്ങൾ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിലെ ആ വീട് പാല് കാച്ച സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഫങ്ഷൻ, എന്ന് വെച്ചാൽ രാത്രി വരെയും ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഫുൾ ടൈമും ഇങ്ങനെ നിന്ന് ഓരോരുത്തർ വരുമ്പോഴിങ്ങനെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ഫങ്ഷൻ 4 മണിക്ക് ശേഷമാണ് വെച്ചത്. പക്ഷെ അതെന്തായാലും നല്ല ഉപകാരമായി കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉറക്കം എണീറ്റിട്ട് പിള്ളേരൊക്കെ കിടത്തി ഉറക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ 5 മണിക്ക് കറക്റ്റ് 5 മണിക്ക് തന്നെ ബാങ്ക് വിളിച്ചപ്പോൾ നമ്മൾ വീട്ടിൽ കയറി പാല് കാച്ച സമയത്ത്. ഇപ്പോൾ ആണുങ്ങൾ ആ സൈഡിൽ സുബൈ നിസ്കരിക്കുകയാണ്. സുബൈ ബാങ്കിട്ട സമയത്താണ്, പെണ്ണുങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഉമ്മ പാല് കാച്ചാനുള്ള പാലൊക്കെ അടുപ്പിലോട്ട് വെച്ചു. നമ്മൾ പാലിങ്ങനെ തിളയ്ക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പാല് കുറേ നേരം കഴിഞ്ഞപ്പോൾ തിളച്ചു. പക്ഷെ തിളച്ച് തൂകിയില്ലായിരുന്നേ, കുറേ നേരം നോക്കി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പൂൺ എടുത്ത് സൈഡിൽ കൂടെ കുറച്ചിട്ടെടുത്ത് തിളച്ച് തൂക്കിയില്ലെങ്കിൽ ഞാൻ ഒഴിക്കാം, അങ്ങനത്തെ രീതിയിൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇത് വർക്ക് ഏരിയയാണേ. വർക്ക് ഏരിയ നമ്മൾ അടുക്കളയിൽ ഞങ്ങൾ പാല് കാച്ച സമയത്ത് ഗ്യാസിൻ്റെ ഇപ്പം നല്ല ചുമയുണ്ട് ഇപ്പോഴും. ആ ഒരു ബർണറിന് എന്തോ ഒരു വിഷയം പോലെ തോന്നി. പക്ഷേ അതല്ല, താഴെ അവർ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ കാര്യം മറന്നുപോയി. അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വർക്ക് ഏരിയയിൽ വെച്ചാണ് പാലൊക്കെ തിളപ്പിച്ചത്. തിളച്ചതിന് ശേഷം ഞങ്ങൾ പാലൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ നമ്മളുടെ ചായയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് കുറച്ച് നേരം വെളിയിലൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പാല് കാച്ചിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞാൻ പിന്നെ കുറേ വീഡിയോസൊന്നും എനിക്ക് ഇതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ ഓരോ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്നും പകർത്താൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. വന്നില്ലേ, പാല് ഞാൻ കുറച്ച് സൈഡിലോട്ടൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്തു. എത്ര നോക്കിയിട്ടും തിളയ്ക്കുന്നില്ല. ലാസ്റ്റ് ക്ഷമ നശിച്ചു അല്ല, എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ കുറച്ചേ ഒഴിച്ചോളൂ, അധികം വൃത്തികേടാക്കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ചില്ല. അങ്ങനെ എല്ലാവർക്കും നമ്മൾ വീണ്ടും ഒരു ഹരിതം എന്നാണ് കേട്ടോ. എല്ലാവർക്കും പാലൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം എല്ലാവരും വെളിയിലിരിക്കുന്ന സമയമാണ്. അവിടെ നേരം വെളുത്ത് വന്നു, നല്ല സൂര്യനൊക്കെ ഉദിച്ച് സെറ്റായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട്. പിന്നെ എല്ലാവരും വീട്ടിലോട്ട് പോയി. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വീട്ടിലൊക്കെ പോയി. ഒരു 9 മണി 9:30 ആ ടൈമിലാണ് വന്നത് കേട്ടോ എല്ലാവരും. അപ്പം ഇവിടെ നിന്ന് തന്നെ എല്ലാവരുടെ അടുത്തും വീട്ടിൽ ആരും ഫുഡൊന്നും വെക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഇവിടെ തന്നെ. വൈകിട്ട് ഫങ്ഷൻ വൈകുന്നേരമല്ലേ, അപ്പം അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതുണ്ടോ ഈ മണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അടിപൊളി മണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇത് മാഷാ അല്ലാ എന്ന് എഴുതിയിരിക്കുന്നത് ഞങ്ങളിവിടെ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചതാണ്. ഒരിടത്ത് ട്രിവാൻഡ്രത്ത് പാളയത്തൊരു സ്ഥലത്ത് നിന്ന് ചെയ്യിപ്പിച്ച് വാങ്ങിയത്. സൂപ്പർ വർക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിൽ ഈ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം. എനിക്ക് വലുതായിട്ടൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷേ എൻ്റെ അനിയൻ ഇവിടെ ഇല്ല, അവൻ ഗൾഫിലല്ലേ. അപ്പോൾ അവന് ഭയങ്കര സങ്കടം, പാല് കാച്ചുന്ന ദിവസം ഇവിടെ വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം വന്നു. കുഴപ്പമില്ല, 2 മാസം കഴിഞ്ഞ് വരുമല്ലോ, അപ്പോൾ കാണാമല്ലോ. എന്തായാലും പണി തീർന്നിട്ട് ഇനി അടച്ചിടണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ കയറിയത്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലീവിങ് ഏരിയ. അപ്പോൾ നമ്മൾ ഒരു ഡബിൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് മുകളിലത്തൊന്നും കാണാൻ പറ്റുന്നു. അങ്ങനെയുള്ള സെറ്റപ്പിലാണ് ചെയ്തത്. ഉമ്മാക്ക് പണ്ടേ ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ പണ്ട് ആ വീട് വെച്ചപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അല്ലേ ഓരോരോ വീഡിയോസൊക്കെ കാണുമ്പോൾ കൂടുതൽ ഇൻസ്പിറേഷൻ. അപ്പോൾ ഇത് സ്റ്റെപ്പിൻ്റെ അടിയിൽ, നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിൽ എന്തെന്നറിയാമോ, ഇത് ഇൻവെർട്ടർ ഏരിയയാണ്. പിന്നെ കുറേ എല്ലാം നല്ല യൂസ്ഫുൾ ആക്കിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ.
ഷെൽഫും കാര്യങ്ങളും കബോർഡ്. ഇത് അയണിങ് ഏരിയ ആണ്. എല്ലാം യൂസ്ഫുൾ. ഒരു സിംഗിൾ സ്പേസ് പോലും നമ്മൾ വേസ്റ്റ് ആക്കിയില്ല. അങ്ങനത്തെ രീതിയിലെ പണിയായിരുന്നു. എന്തായാലും അത് നല്ല ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ അതുകൊണ്ട് ഇത് നമ്മുടെ കിച്ചൺ ഈ കളറൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എല്ലാം. പിന്നെ ഉണ്ടോ, ഇനി നമുക്ക് കുറേ ഡെക്കറേഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ചെറിയ പ്ലാന്റ് മറ്റേ ചെറുതായ പോട്ട് പോലത്തെ സംഭവങ്ങൾ അതൊക്കെ വാങ്ങിച്ച് വെക്കണം. ഇവിടെ രാവിലെ എല്ലാവരും നിസ്കരിച്ച സ്ഥലമാണ്. അതാണ് നമ്മളിവിടെ മാറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. രാവിലെ നിസ്കരിച്ച സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഭംഗി, നമ്മുടെ വീടിൻ്റെ ഭംഗി അറിയണമെങ്കിൽ രാത്രി നോക്കണം. അപ്പോൾ ലൈറ്റ് ഫുള്ള് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫുൾ കബോർഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല, ഇതിനേക്കാളും വലിയ റൂം ഇതിലിവിടെ ഉണ്ട്. ഇത് ജസ്റ്റ് ഉമ്മാടെയും വാപ്പാടെയും റൂമാണ്, ബാത്റൂം കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ ഇതിൽ കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് വിടും കേട്ടോ. കാരണം ഞാൻ പറയില്ല, എനിക്ക് വലിയ വിശദീകരിച്ചൊന്നും പറയാൻ അറിഞ്ഞുവിടുന്നു. ജസ്റ്റ് സത്യമേ ഈ വീഡിയോ ഞാൻ വ്ളോഗിന് വേണ്ടി എടുത്ത വീഡിയോ അല്ല. വീടിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണിച്ചിട്ടുള്ളത്. എൻ്റെ അനിയൻ ഇരുന്നിട്ട് അവന് വീടിൻ്റെ അകം കറക്റ്റായിട്ട് പാലുകാച്ചൻ അന്ന് കാണാൻ അവൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ എപ്പോഴും പണി നടക്കുന്നതുകൊണ്ട് എനിക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ കോളായിരുന്നാലും വലുതായിട്ടൊന്നും കാണാൻ നല്ലപോലെ പറ്റില്ലല്ലോ, നല്ലൊരു ക്ലാരിറ്റി ഇല്ല. സോ ഞാൻ അന്ന് അവനെ കാണിക്കാൻ വേണ്ടി അയച്ച വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പിന്നെ വീട്ടിലെ എല്ലാ ഫർണിച്ചറൊക്കെ ഓൾറെഡി നേരത്തെ എല്ലാം വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഉമ്മ താമസിക്കുന്ന വീട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അതൊക്കെ ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറ്റേ ഉള്ളൂ. ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ടാണ് കയറിയത്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോയാണ്. അതുകൊണ്ട് കുറേയൊക്കെ എനിക്കങ്ങോട്ട് നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് അവനെ കാണിക്കണം എന്നുള്ള രീതിയിൽ ചെയ്തായിരുന്നു. ഉണ്ടോ, കിച്ചൺ അകം ഫുള്ളാണ്. ഞാൻ ഓരോ സ്പേസ് ഈ വീഡിയോക്കകത്ത് വരുന്നത്, കാരണം ഇവിടെ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഇതൊരു സ്റ്റോർ റൂമാണ്. കാരണം നമുക്ക് സ്റ്റോർ റൂം വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ സ്റ്റോർ റൂം അങ്ങനെ ആരും വെക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഞങ്ങൾക്കത് വേണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ സാധനങ്ങളുണ്ട്, അതെല്ലാം വെക്കണം അതിനകത്ത്. ഇത് ബാക്ക് സൈഡിലെ മുറ്റമാണ്. പക്ഷേ ബാക്കിൽ സ്ഥലമുണ്ട്. വീടോട് ചേർന്ന് ഇരിക്കുന്ന, മതിലിനോട് ചേർന്നിരിക്കുന്ന കുറച്ച് ഒരു ഏരിയയാണിത്, വർക്ക് ഏരിയ. ഇവിടെയൊക്കെ നമ്മൾ ഇരുന്നതാണ് രാവിലെ. അതാണ് കസേരയൊക്കെ എടുത്തിട്ടിരിക്കുന്നത് എല്ലായിടത്തും. ഫങ്ഷൻ്റെ കസേരയാണ്. ഇത് 2 റൂം, താഴെ വേറെ 2 റൂമുണ്ട്. ടോട്ടലി താഴെ 3 ബെഡ്റൂമാണ്. ഇത് ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റൂമിൽ ഇവിടെ വരുന്ന ഈ കോമൺ ബാത്റൂമാണ്. ആ റൂമിനും ഈ റൂമിനും ഒരു ബാത്റൂം. അത് 2 ഡോറുണ്ട്. 2 ഡോറുണ്ട് ബാത്റൂമിന്, ഒരുപോലെ കയറാം. പിന്നെ ഫുൾ ഗ്ലാസ് വർക്കാണ് സ്റ്റെപ്പെല്ലാം. ഈ ലൈറ്റ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. എവിടെ നിന്നാണ് എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഉമ്മാക്കൊക്കെ അറിയാവൂ. ഞാൻ ജസ്റ്റ് ഓൺലി വീഡിയോ ഉണ്ടോ. ഇവിടെ നോക്കുമ്പോൾ താഴത്തൊക്കെ കാണാം താഴെ കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ റൂം. ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ റൂം. അപ്പോൾ അവന് റൂമിൻ്റെ അകത്ത് സോഫയും TV യൂണിറ്റും ഒക്കെ വേണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് വിശാലമാക്കി പണിത റൂമാണ് ഇത്. അവൻ്റെ ഡ്രസ്സിങ് ഏരിയ ഫുൾ കബോർഡും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല വലിയ ബിഗ് റൂമാണ്. അവൻ്റെ ബാത്റൂമും നല്ല വലുതാണ്. പക്ഷേ എനിക്ക് ബാത്റൂമൊന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ബാത്റൂമിൻ്റെതൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി കേട്ടോ. എനിക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ വീഡിയോസൊക്കെ എടുത്ത് അവന് അയക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വ്ളോഗിൻ്റെ അകത്ത് കയറ്റാമെന്ന് വിചാരിച്ചത്. ഇത് വേറെ റൂമാണ്. മുകളിൽ തന്നെ വേറൊരു റൂമുണ്ട്. സാധാ ഒരു നോർമൽ റൂം, ചെറിയൊരു കബോർഡും ഒക്കെയുള്ള ഒരു റൂം. പിന്നെ പുറത്ത് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, ബാൽക്കണി പോലെ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കാനൊക്കെയുള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സത്യമേ ഇതിനൊരു ഭംഗി കൂടണമെങ്കിൽ നമ്മൾ ഇതിനനുസരിച്ചുള്ള ചെടികളും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യണം. ഇപ്പം ഞങ്ങൾ പാല് കാച്ച സമയത്ത് ഹൗസ് വാമിംഗ് അല്ലേ, അപ്പോൾ കയറുന്ന ദിവസം ആയതുകൊണ്ട് എല്ലാം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞാനൊരു അടിപൊളി ഒരു വീഡിയോ ഇടുന്നുണ്ട്. അവിടെ ഈ ഏരിയയിലൊക്കെ നമുക്ക് ഇരിക്കാം. വൈകുന്നേരമേ വന്നിരിക്കാവൂ. ബാക്കിയുള്ള സമയത്തൊക്കെ വന്നിരുന്ന വെയിലടിച്ച് കരിയും. കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ മുകളിലത്തെ നില. മുകളിൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്.
ഇത് നമ്മുടെ വാഷിംഗ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ തന്നെ തുണിക്കല്ലും പിന്നെ വാഷിംഗ് മെഷീൻ വെക്കേണ്ട സ്ഥലവും പിന്നെ ഇവിടെ ഒരു ബാത്റൂമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുണിയൊക്കെ നനച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ വരാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഞാനിനി താഴോട്ട് പോവുകയാണ്. പിന്നെ നമ്മളന്ന് ഫങ്ഷന് ഞങ്ങളെല്ലാവരും സെറ്റ് ഓണമല്ലേ, ഓണം വൈബിലാണ് ഡ്രസ്സിങ് ചെയ്തിരുന്നത്. സെറ്റ് സാരി, ഞാൻ ധാവണിയായിരുന്നു, ഞാൻ എൻ്റെ കസിൻസ് ഒക്കെ അങ്ങനത്തെ ഉള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. ഇതാണെന്ന് എൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ധാവണിയൊക്കെ ഉപയോഗിക്കുന്നത്. ഐഷാക്കും ധാവണി എനിക്കും ഒക്കെ ഒരുപോലത്തെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവളുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ പിന്നെ ടീഷർട്ടല്ലേ ഇടുള്ളൂ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു, ബൈ.